എടാ സുഗുണ, ദൈവം നിനക്കെന്ന മഹാഭാഗ്യമല്ലേ ഈ ജീവിതം. ഒരിക്കൽ മാത്രമല്ലേ ഈ മനോഹരമായ ഭൂമിയിൽ നമുക്കൊരു മനുഷ്യജന്മം. അപ്പൊ പിന്നെ എന്തിനാ സുഗുണ ഒരു നിസാര സംശയത്തിന്റെ പേരില് നീ അത് വെറുതെ നശിപ്പിച്ചു കളയുന്നത്? അല്ല സുഗുണ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ സാറ് പറ. അത്രേ ആശ്വാസം. എടാ സുഗുണ, തെറ്റും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും സംഭവിക്കാം. പക്ഷെ അത് ക്ഷമിക്കുകയും പൊറുക്കുകയും തിരുത്തുകയും ചെയ്യുന്നിടത്ത ദാമ്പത്യത്തിന്റെ വിജയം. എങ്ങനെ മനസ്സിലായ? എടാ, പെണ്ണിനെ ഉള്ളം കയ്യിൽ വെച്ച് പൊന്നുപോലെ നോക്കുന്നവനാടാ യഥാർത്ഥാണ്. എടാ, പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തി അല്ല അവളെ അനുസരിപ്പിക്കേണ്ടത്, സ്നേഹിച്ചും മോഹിപ്പിച്ചുവാ. ഞാൻ പറയുന്നത് സൂണന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. ആ, ഒരാൾക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായ കാര്യങ്ങള് ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് പരസ്പരം സംസാരിക്കണം. സുഗുണ ഇനി മുതൽ മദ്യപിക്കരുത്. ഇനി അഥവാ മദ്യപിച്ചാലും നമ്മൾ മദ്യം കുടിക്കാനേ പാടുള്ളൂ. മദ്യം നമ്മളെ കുടിക്കാൻ പാടില്ല. എങ്ങനെ? ഞാൻ പറയുന്ന സുഗുണന് മനസ്സിലാവുന്നുണ്ടോ? ഓ മനസ്സിലായി സാറേ, എല്ലാം എനിക്ക് മനസ്സിലായി. ആ, അത് മതി. എങ്കില് നിങ്ങള് സന്തോഷത്തോടെ പോ. എന്നിട്ട് പരസ്പര വിശ്വാസത്തോടെ പിള്ളേരെയും വളർത്തി സമൂഹത്തിന് മാതൃകയായി ഒരു നല്ല ജീവിതം കാഴ്ചവെക്കാൻ നോക്ക്. നോക്കാം സാറേ. സാറ് പറഞ്ഞുകൊണ്ട് മാത്രം നോക്കാം. സാറിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. വായി നോക്കിക്കാതെ പോ മനുഷ്യ അങ്ങോട്ട്. പോട്ടെ സാറേ. ആ, ചെല്ലി പോ. അടി. ഇന്നാലും സാറിനെ സമ്മതിച്ചു കേട്ടോ. സാർ ഒരു ഭയങ്കര സംഭവം തന്നെ. സാറിന് ഈ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ ഇത്രയും അറിവുണ്ടല്ലേ? ഹേയ്, അങ്ങനൊന്നുമില്ല. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. എന്തായാലും ചേച്ചി ഭാഗ്യവതിയാ. എന്തോന്ന്? അല്ല, ആത്മജ ചേച്ചിയെ സാറ് ഉള്ളം കയ്യിൽ വെച്ച പൊന്നുപോലെ നോക്കുന്ന കാര്യം ആലോചിച്ച് ഞാൻ പറഞ്ഞതാ.